അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം തന്റെ സഹോദരങ്ങളോട് നടത്തിയ ആദ്യത്തെ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ കുറിച്ചാണ്. അലയോ ജനങ്ങളെ എന്ന് വിളിച്ചാണ് പ്രവാചകൻ അവിടെ അഭിസംബോധന നടത്തുന്നത്. തുടർന്ന് ജനങ്ങളോട് പറയുന്നുണ്ട്, അഫ്ഷുസ്സലാം വഅത്ഇമുത്ത്വാം വസ്സിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു യനാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം. അല്ലയോ ജനങ്ങളെ, നിങ്ങള് അഫ്ഷുസ്സലാം, സലാം പരത്തുക. സലാം പരത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്ദേശമാണ്. ഒരാളോടും മനസ്സിൽ വിദ്വേഷമില്ലാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു മറുവശം. ഒരാളെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണല്ലോ സലാം. വിശ്വാസിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരാളെ കാണുമ്പോ സലാം പറയാതിരിക്കാൻ കഴിയുക? തന്റെ കുടുംബത്തിലെ ആളുകളോട്, ഉമ്മാനോട്, ഉപ്പാനോട്, പെങ്ങളോട്, ജ്യേഷ്ഠനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് സലാം പറയാത്ത മനുഷ്യൻ എത്രമാത്രം വലിയ വിഡ്ഢിയാണ്. ഇരു ലോകത്തും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരാളോട് പ്രാർത്ഥിക്കുമ്പോ അത് ബന്ധുവാവട്ടെ അല്ലാതിരിക്കട്ടെ, അയാൾ തിരിച്ചും പറയാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര മനോഹരമായ പ്രാർത്ഥനാ വചനമാണ്. മറ്റു അഭിവാദ്യങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്. മരണപ്പെട്ട് കിടക്കുന്ന ഒരു സഹോദരന്റെ അരികിൽ ചെന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇസ്ലാമിന്റെ അഭിവാദ്യം ആരുടെ മുമ്പിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം സിലുൽ അർഹാം, കുടുംബബന്ധം ചാർക്കുക, കുടുംബബന്ധം ചാർത്തുക, കുടുംബബന്ധം ചേർക്കുക. നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധുക്കൾ, അവരുമായിട്ട് ഊഷ്മളമായ ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം. അടുത്തവരും അകന്നവരുമായ ആളുകൾ ഉണ്ടാവും. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുന്നത്, ഈ വെക്കേഷൻ സമയം നമുക്ക് തിരക്കിനിടയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ബോധപൂർവം നമ്മള് നമ്മുടെ മക്കളെയും കൂട്ടി, കുടുംബത്തെയും കൂട്ടി നമ്മുടെ ബന്ധുവീടുകൾ, എല്ലാ ബന്ധുവീടുകളും സന്ദർശിക്കണം. വിരുന്ന് പാർക്കാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ വിരുന്ന് പാർക്കണം. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും സക്കാത്തിനേക്കാളും പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് റസൂൽ പറഞ്ഞപ്പോ സഹാബികൾ ഒച്ചത്തിൽ ഒന്നടങ്കം പറഞ്ഞു, ബലായ റസൂലല്ലാ, റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാ. അൽ ഇസ്ലാഹു റാത്ത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുക എന്നാണ്. വിരുന്ന് പോകുക എന്നൊക്കെ ഉള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ബന്ധുവീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഈ വെക്കേഷൻ ഒഴിവു സമയങ്ങള്, ഇപ്പോഴേ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങിയത് മറ്റൊരു പരിമിതിയാണ്. നമ്മള് ബന്ധുവീടുകൾ സന്ദർശിക്കണം, കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. മൂന്നാമത്തെ കാര്യം വാതഴുമുത്തോളം, പാവങ്ങൾക്ക് അന്നം കൊടുക്കുക. കഷ്ടപ്പെടുന്ന ഒരാളുടെ പ്രയാസങ്ങൾ സ്വന്തം വേദനയായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നവനാണ് സത്യവിശ്വാസി. തന്റെ മക്കൾ, തന്റെ കുടുംബം, തന്റെ വാഹനം, വീട്, ഇതൊക്കെ മോടി പിടിപ്പിക്കാനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ നമ്മളിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് അയൽപ്പക്കക്കാരനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇനി അയൽപ്പക്കക്കാരന്റെ വീട്, അവന്റെ മതില്, അവന്റെ വഴി, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ സൗകര്യം വികസിപ്പിക്കാൻ പറ്റുന്ന അവിടെയൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുക, അയൽപ്പക്ക ബന്ധങ്ങൾ നഷ്ടപ്പെടുക. എല്ലാവരോടും പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് വിശാല മനസ്കതയോടെ
നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കുക. പാവപ്പെട്ട ഒരാൾക്ക് അന്നം കൊടുക്കാൻ കഴിഞ്ഞാല് അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും. അറേബ്യൻ നാടുകളിൽ സൗദിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, തെരുവിൽ ഇങ്ങനെ ഭക്ഷണങ്ങൾ, ഈത്തപ്പഴങ്ങൾ, വെള്ളങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യും. റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്ന, വിശക്കുന്നവന് ആഹാരം നൽകുന്ന പ്രവർത്തനം ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമാണ്. നമ്മുടെ ആരാധനകളുടെ, നമ്മളിപ്പോൾ നിർവഹിച്ച് പൂർത്തിയാക്കിയ നോമ്പിന്റെയൊക്കെ ഫലങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെയാണ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത്. നാലാമത്തെ ഒരു കാര്യം, റമദാനിൽ നമുക്കൊക്കെ സാധിച്ചിരുന്നു, ഇപ്പൊ കുറഞ്ഞു വരിക. തഹജ്ജുദ് നമസ്കാരം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നമസ്കരിക്കാൻ കഴിയാന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ്. പതിരാ സമയത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സത്യവിശ്വാസി അവനാണ് ഭാഗ്യവാൻ. ഈ 4 ഗുണങ്ങളും നമുക്കുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അഫ്ശുസ്സലാം വാതിഉത് ത്വാം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു യനാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ എണ്ണി പറഞ്ഞ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ കൂടി ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയെടുക്കാൻ, ജീവിതത്തിൽ ശീലമാക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.